നമസ്കാരം. ഞാൻ സിനിമാ വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒത്തിരി നാളായി നമ്മൾ നല്ലൊരു ഫിലിം ന്യൂസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ചു പോകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹരിദാസ് സംവിധാനം ചെയ്യുന്ന താൻ ആരാ എന്ന ചിത്രം ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലെത്തുന്നു. ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദീപ്തി, അജു വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്നത്. ഷാജി കൈലാസ് ഭാവനയെ നായികയാക്കി ഒരുക്കുന്ന ചിത്രം ഹണ്ട് ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലെത്തുന്നു. ചിത്രം ഒരു ക്രൈം ത്രില്ലർ മൂവി എന്നാണ് അറിയാൻ സാധിച്ചത്. ബെയ്സൽ ജോസഫും നസ്രിയയും നായകന്മാരായി എത്തുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രം MT ജിതിൻ സംവിധാനം ചെയ്യുന്നു. ബെയ്സൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി എന്ന ചിത്രം ഓഗസ്റ്റ് 15 തിയേറ്ററുകളിൽ എത്തുന്നു. മീര ജാസ്മിനെ നായികയാക്കി VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന ചിത്രം ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലെത്തുന്നു. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ എന്ന ചിത്രം ഓഗസ്റ്റ് 15 തിയേറ്ററുകളിൽ എത്തുന്നു. ഇന്ദ്രജിത്തും അനശ്വര രാജനും നായകന്മാരായി ദീപു കരുണാകരൻ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രം 23 തിയേറ്ററുകളിലെത്തുന്നു. ഷൈജു കുറുപ്പ്, സായികുമാർ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്യുന്ന ഭരതനാട്യം എന്ന ചിത്രം ഈ മാസം 23 തിയേറ്ററുകളിലെത്തുന്നു. ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഓഡിയോ അമീഗോസ് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. ചിത്രം ഇതിനോടകം തന്നെ നല്ല ചിത്രം എന്ന പേരെടുത്തു കഴിഞ്ഞു. 100% ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് ഓഡിയോ അമീഗോസ്. ആസിഫ് അലിയുടെ സ്ഥിരം ചിത്രങ്ങളിൽ നിന്ന് 100% വ്യത്യസ്തമായിട്ടാണ് ഈ ചിത്രം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യുവതാരങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് ആസിഫ് അലി എന്ന് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആസിഫ് അലി എന്ന നടൻ്റെ കഴിവിനെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിൽ വളരെ നിഷ്പ്രയാസമാണ് ആസിഫ് അലി ചിത്രത്തിലെ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ തോന്നും. പിന്നെ സുരാജ് ഏട്ടനെ കുറിച്ച് പറയണ്ടല്ലോ. സുരാജ് ഏട്ടൻ സ്ഥിരം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ പോലും സുരാജ് ഏട്ടനും അതിഗംഭീരമായിട്ട് തന്നെ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു പാറ്റേണിലായതുകൊണ്ട് തന്നെയാണ് നമുക്കതത്ര സംഭവമായിട്ട് തോന്നാത്തത് എന്ന് മാത്രം. ഓൾറൗണ്ട് ചിത്രം ഹാഫ് ടൈം വരേക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഹാഫ് ടൈമിന് ശേഷം ചിത്രം വലിച്ചു നീട്ടി ഇത്തിരി ഇഴഞ്ഞു പോയോ എന്ന് നമുക്ക് സംശയം തോന്നുമെങ്കിലും ടോട്ടലി നമുക്ക് ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ചിത്രത്തിന്. ഈ ചിത്രം വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, കം ബാക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.